മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം അനിശ്ചിതത്വത്തിൽ. ഈ മാസം 16-ന് ആരംഭിക്കേണ്ട ഗൾഫ് സന്ദർശനത്തിന് ഇതുവരെയും കേന്ദ്രാനുമതി ലഭിച്ചില്ല. അതേസമയം അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അടുത്ത വ്യാഴാഴ്ച ബഹ്റൈനിൽ നിന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിക്കേണ്ടിയിരുന്നത്. ഇതിനായി കേന്ദ്രത്തെ സമീപിച്ചപ്പോഴാണ് യാത്രാനുമതി നിഷേധിച്ചത്. കാരണം വ്യക്തമാക്കാതെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. അതേസമയം അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂല എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അല്ല, അത് അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ പത്തിലാക്കേണ്ടത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. അനുമതി ലഭിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഈ മാസം 16 മുതൽ അടുത്ത മാസം 9 വരെയുള്ള ദിവസങ്ങളിൽ 6 ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പദ്ധതി. 16-ന് ബഹ്റൈൻ, 17, 18, 19 തീയതികളിൽ സൗദി അറേബ്യ, 24, 25 തീയതികളിൽ ഒമാനിലെ മസ്കറ്റ്, സലാല എന്നിവിടങ്ങളിലായിരുന്നു പരിപാടി. ഒക്ടോബർ 30-ന് ഖത്തർ, നവംബർ 7-ന് കുവൈറ്റ്, നവംബർ 9-ന് UAE തലസ്ഥാനമായ അബുദാബി എന്നിവിടങ്ങളിലായിരുന്നു പര്യടന പരിപാടികൾ. മലയാളം മിഷന്റെ പരിപാടികളാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഔദ്യോഗിക ചർച്ചകളൊന്നും സന്ദർശനത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. 2023 ഒക്ടോബറിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം റിയാദിൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അന്നും മുഖ്യമന്ത്രിക്ക് യാത്രാനുമതി ലഭിച്ചിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, ദുബായ്.